കാസർഗോഡ് കൊടക്കാട് 3 ദിവസങ്ങളായി നടന്ന KSKTU സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. എൻ ചന്ദ്രനെ സംസ്ഥാന സെക്രട്ടറിയായും ആനവൂർ നാഗപ്പനെ സംസ്ഥാന പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. കർഷക തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പുതിയ പോരാട്ടത്തിലുള്ള ദിശാബോധം പകർന്നാണ് 3 ദിവസങ്ങളിലായി നടന്ന KSKTU സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. എൻ ചന്ദ്രനെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ആനാവൂർ നാഗപ്പനെയും ട്രഷററായി CB ദേവദർശനെയും തെരഞ്ഞെടുത്തു. പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എൻ ചന്ദ്രനും ആനാവൂർ നാഗപ്പനും പറഞ്ഞു. നിലവിലുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും സവിശേഷമായ സാഹചര്യം സംബന്ധിച്ചും പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളടക്കമുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും മറ്റും വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടായി. അതിനെ അടിസ്ഥാനപ്പെടുത്തി വലിയ പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണ മനുഷ്യരുടെ അവകാശങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഒരു ഭാഗത്ത് ശക്തിപ്പെടുമ്പോൾ അതിനെല്ലാം ചെറുത്തു തോൽപ്പിക്കാനും അതിനെല്ലാം എതിർത്ത് പരാജയപ്പെടുത്താനും കർഷക തൊഴിലാളി പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. ആ കടമ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ തീർച്ചയായും സാധ്യമാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. 6 ജോയിന്റ് സെക്രട്ടറിമാരെയും 6 വൈസ് പ്രസിഡന്റുമാരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ 94 അംഗങ്ങളാണുള്ളത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.